നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ വമ്പന്മാരായ FC ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അവർ കാഡിസിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. പോർച്ചുഗീസ് സൂപ്പർ താരമായ ജോവോ ഫെലിക്സ് നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. മത്സരത്തിന്റെ 37ാമത്തെ മിനിറ്റിൽ ഒരു ബൈസിക്കിൾ കിക്കിലൂടെയാണ് ഫെലിക്സ് FC ബാഴ്സലോണയുടെ വിജയ ഗോൾ നേടിയിട്ടുള്ളത്. നിലവിൽ ലാലിഗയിൽ റയൽ മാഡ്രിഡ് 1ാം സ്ഥാനത്തും FC ബാഴ്സലോണ 2ാം സ്ഥാനത്തുമാണുള്ളത്. 31 റൗണ്ട് പോരാട്ടങ്ങൾ അവസാനിച്ചപ്പോൾ 8 പോയിന്റിന്റെ ലീഡ് നിലവിൽ റയലിനുണ്ട് എന്നതാണ്. എന്നാൽ കിരീട പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്നുള്ള കാര്യം ബാഴ്സ പരിശീലകനായ ചാവി തന്നെ പറഞ്ഞിട്ടുണ്ട്. എൽ ക്ലാസിക്കോയെ ആശ്രയിച്ചുകൊണ്ടാണ് സാധ്യതകൾ നിലകൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചാവിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ലീഗ് കിരീടം ഞങ്ങൾ കൈവിട്ടിട്ടില്ല. കിരീടത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും കളിക്കുന്നത്. അത് പോരാടിക്കൊണ്ട് നേടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പോയിന്റുകൾ തമ്മിലുള്ള അന്തരം കുറക്കുക എന്നത് പ്രധാനമായും എൽ ക്ലാസിക്കോ മത്സരത്തിലെ റിസൾട്ടിനെ ആശ്രയിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ കാര്യമാണ്. ഇന്നത്തെ റിസൾട്ടും വളരെ എസെൻഷ്യൽ ആയിരുന്നു. ഇതാണ് ബാഴ്സലോണയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏപ്രിൽ 21-ാം തീയതിയാണ് റയൽ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിലുള്ള എൽ ക്ലാസിക്കോ പോരാട്ടം നടക്കുക. റയലിന്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. നമുക്കറിയാം, സൂപ്പർ കപ്പിൽ അവസാനമായി ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ 1-4 ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയിരുന്നു. ലാലിഗയിൽ നടന്ന മത്സരത്തിലും റയൽ മാഡ്രിഡ് തന്നെയായിരുന്നു ബാഴ്സക്കെതിരെ വിജയിച്ചിരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.